10-12 വർഷം മുമ്പ് ലോകത്തെ നാവിക സൈനിക ശക്തിയിൽ 8ഓ 9ഓ സ്ഥാനത്തായിരുന്നു നമ്മുടെ നേവിയെങ്കിൽ ഇന്ന് 6ാം സ്ഥാനത്താണ്. യുദ്ധോപകരണങ്ങളും യുദ്ധക്കപ്പലുകളും സ്വന്തമായി നിർമ്മിക്കാനും അവയുടെ എണ്ണവും ഗുണവും ഗണ്യമായി വർദ്ധിപ്പിക്കാനും നമുക്കായി. ഇന്ന് ഈ മേഖലയെ ഭരിക്കുന്ന നീലക്കടലിൻ്റെ സൈന്യമായി ഇന്ത്യൻ നേവി മാറിയിരിക്കുന്നു. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടുന്ന ലോകത്തെ നിർണായകമായ 7500 കിലോമീറ്റർ നീളുന്ന സമുദ്രതീരവും കോടിക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ സമുദ്രഭാഗവും ഇന്ത്യൻ നേവി നിയന്ത്രിക്കുന്നു. ശത്രുക്കളെ മാത്രമല്ല, സ്ട്രാറ്റജിക്കായ ഇന്ത്യൻ സമുദ്രപാത വഴി പോകുന്ന ചരക്ക് കപ്പലുകൾ, യാത്രാ കപ്പലുകൾ, മറ്റ് യാനങ്ങൾ എന്നിവയെയും നേവി സസൂക്ഷ്മം 24 മണിക്കൂറും നിരീക്ഷിക്കുന്നു. വലിപ്പം കൊണ്ടും ആയുധം കൊണ്ടും ചൈനയുടെ നാവികസേന ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് സ്ട്രാറ്റജിയുടെ ഭാഗമായുള്ള സംഘർഷസമാനമായ സാഹചര്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ, ഡിജിറ്റൽ വാർഫെയറിൻ്റെ കാലത്ത് ശത്രുക്കൾ ശ്രമിക്കുന്ന സൈബർ അറ്റാക്കുകൾ, ലഹരി സംഘങ്ങളുടെയും ഭീകര സംഘടനകളുടെയും കടൽ വഴിയുള്ള കടന്നുകയറ്റങ്ങൾ. ഇന്ത്യൻ നേവിക്ക് വിശ്രമിക്കാൻ സമയമില്ല.